എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണക്കലരി വെച്ച് നല്ലൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. 300 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മറ്റുള്ള ചേരുവകൾ കാഷ്യൂ, മുന്തിരിങ്ങ, ചുക്ക് പൊടിച്ചത്, ജീരകം, ഏലക്കാപ്പൊടി ചേർക്കണം. ഉണക്കത്തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പായസത്തിന് വേണ്ടി ഞാൻ തേങ്ങാപ്പാലല്ല എടുക്കുന്നത്. നമുക്കിനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മളൊരു കുക്കർ ഗ്യാസിൽ വെച്ച് അതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം 300 ഗ്രാം അരി നല്ല ഉണക്കലരി കഴുകി ഉണക്കലരി വെച്ചാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഈ ഉണക്കലരി ഇട്ടുള്ള പായസമാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് ഒരു വിസിൽ മതി ഇത് വെന്ത് കിട്ടുന്നതിന്. അതൊന്ന് തുറന്ന് നോക്കട്ടെ. നമുക്ക് അരി ചൂട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് അല്പം നെയ്യ് ഒഴിച്ച് തീയിലോട്ട് മാറ്റാൻ പോവുകയാണ്. ചോറ് മാറ്റിയിട്ടുണ്ട്. നെയ്യും ചോറും കൂടെ ഒന്ന് യോജിപ്പിക്കുക. ഇതിലോട്ട് ഞാൻ ഇനി ശർക്കരപ്പാനി ഒഴിക്കുക. പാനി അരിച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് പാലൊഴിക്കുകയാണ്. ഇത് തേങ്ങാപ്പാലല്ല, ഞാൻ അതിന് പകരം ടോണ്ട് മിൽക്കാണ് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ട് ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഞാൻ കുറച്ച് പാലും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിനു വേണ്ടി ഇപ്പം ഞാൻ ഈ പായസത്തിൽ 1 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കും. നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ ഇങ്ങനെ അടി പിടിക്കാതെ നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ പായസം ഇളക്കി യോജിപ്പിക്കുന്നതാണ് അതിൻ്റെ രുചി. മധുരം കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാനിപ്പം ഒരു 750 ഗ്രാം ശർക്കര പാനി ചേർത്തിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അതിനു വേണ്ടി നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് നല്ലതുപോലെ ഇളക്കി മൂപ്പിക്കുന്നു. ഇതിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് പായസത്തിൽ ചേർക്കുമ്പോൾ അതിനൊരു സ്വാദ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് ഇളക്കുന്നുണ്ട്. അതിൻ്റെ കളർ മാറുന്നവരെ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇളക്കുന്നു. ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. മുന്തിരിങ്ങ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചിട്ട് എല്ലാം വറുത്ത്
എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് പായസത്തിലോട്ട് ചേർക്കാൻ പോവുകയാണ്. ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർക്കുന്നത്. അപ്പം നല്ല ഒരു മണമാണ് നമുക്ക്, നല്ല പായസത്തിൽ നിന്നും നല്ലൊരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലതുപോലെ ഇനി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ പായസം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. അന്നേരം നല്ലൊരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. നെയ്യുടേതും ഏലക്കാപ്പൊടിയുടേതും ചുക്കുപൊടിയുടെയും ഒക്കെ നല്ല മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാവരും നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ പായസം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർത്ത് ചെയ്താൽ മതി. എന്നാലും എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചാനൽ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ലൈക്ക് അടിക്കുകയും ചെയ്യണം.